Good morning. Today we having a tutorial session on logic gates and circuits. Logic gates and circuit എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് വെച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ലോജിക് സർക്യൂട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്, അതായത് ഡിഫറെൻറ്റ് ഗേറ്റ്സുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് ആദ്യം അറിയേണ്ടത് ഓരോ ലോജിക് ഗേറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ഗേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. എ എന്നുള്ളൊരു ഇൻപുട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എ ബാർ ആയിരിക്കും. ഇനി അതിന് ഇൻപുട്ട് ബി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പി ബാർ ആയിരിക്കും. എന്താണോ അതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതിനെ അത് കോംപ്ലിമെൻ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ബേസിക് ഗേറ്റ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ ആൻഡ് ബി അല്ലെങ്കിൽ എ ഡോട്ട് ബി. ഇനി അടുത്തത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൽ രണ്ട് ഇൻപുട്ട് എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എ ഓർ ബി ആയിരിക്കും. ഇതാണ് ബേസിക് ഗേറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഗേറ്റ്സ്. ഇനി ഇതിൽ ആദ്യത്തെ നോട്ട് ഗേറ്റിന് അല്ലെങ്കിൽ ഇൻവെർട്ടറിന് ഇത് മാത്രം തന്നെയാണ് ഇതിൽ, അതായത് ഒറ്റ ഇൻപുട്ട്. ഒരു നോർ ഗേറ്റിന് എപ്പോഴും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു ഒറ്റ ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഔട്ട്പുട്ട് ഒന്ന് മാത്രം, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. അതാണ് ഇൻവെർട്ടർ. പക്ഷെ നമുക്ക് ഇവിടെ ആൻഡ് ഗേറ്റിനും അതേപോലെ തന്നെ ഓർ ഗേറ്റിനും ഒന്നിൽ കൂടുതൽ, അതായത് രണ്ടിൽ കൂടുതൽ, ഒന്നിൽ കൂടുതലല്ല രണ്ടിൽ കൂടുതൽ ഇൻപുട്ട് ഉണ്ടാവാം. കാരണം 2 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് ഉണ്ട്, 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്ട് കൂടുതലുള്ള ഗേറ്റ്സ് ആൻഡിനും ഓറിനും എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ ഇപ്പം ഇവിടെ ആൻഡ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്
3 ഇൻപുട്ട് ഉള്ളതാണെങ്കിൽ ഇവിടെ 3 ഇൻപുട്ട് ഉണ്ടായിരിക്കും. 3 ഇൻപുട്ട് എ, ബി ആൻഡ് സി. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി എ, ബി ആൻഡ് സി പ്രൊഡക്റ്റ് ഓഫ് ദീസ്. ഇനി ഓർ ഗേറ്റ് ആണെങ്കിൽ 3 ഇൻപുട്ട് എ, ബി, സി ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഓർ ബി ഓർ സി ആയിരിക്കും. ഇനി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിള്, സിമ്പിൾ എക്സാമ്പിൾ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു ആൻഡ് ഗേറ്റ് അതിലേക്ക് എ, ബി എന്നുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഓർ ഗേറ്റിലേക്കാണ്. ഓർ ഗേറ്റിലേക്ക് ഇത് കൂടാതെ ഒരു ഇൻപുട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് സി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് അറിയേണ്ടത്. ആ ഔട്ട്പുട്ട് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഗേറ്റും ഏത് ഓപ്പറേഷനാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാം. എ, ബി എന്നുള്ള ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. അതിന് എ, ബി എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ആൻഡ് ബി ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അല്ലെങ്കിൽ അതിനെ നമുക്ക് എ ആൻഡ് ബി എന്ന് ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻഡിങ് ഓഫ് എ ആൻഡ് ബി ആണ്. ഇനി അതേപോലെ ആ എ ആൻഡ് ബി എന്നുള്ള അതും അതേപോലെ സി എന്നുള്ള ഇൻപുട്ടുമാണ് ഇതിന് കിട്ടുന്നത്. ഇതെന്താണ്? ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓർ ചെയ്യും, അതായത് പ്ലസ് സിമ്പിൾ പോലെ ഇട്ട് നമുക്കതിനെ എഴുതാം. അതായത് ഇതിൽ 2 ഇൻപുട്ടുകളാണ് വരുന്നത്. ഒരു ഇൻപുട്ട് എ, ബി, രണ്ടാമത്തെ ഇൻപുട്ട് സി. അപ്പം ഇതാണ് ഇതിന് കിട്ടുന്ന നമ്മളുടെ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു എ, ബി ഓർ സി. ഇനി ഇതേപോലെ തന്നെ ഈ ഗേറ്റ്സിനെ നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ, അതായത് 2 എ, ബി എന്നുള്ള 2 വാല്യൂസ് ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുത്തു. ഇനി ആ ഓർ ഗേറ്റിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഔട്ട്പുട്ട് ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു. ആൻഡ് ഗേറ്റിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് നമ്മൾ സി എന്നുള്ള ഒരു ഇൻപുട്ട് അതിലേക്ക് കൊടുത്തു. നമ്മളിവിടെ y എന്നുള്ള ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇത് നോക്കുക. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എ ഓർ ബി ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. ഇനി ആ എ ഓർ ബി എന്നുള്ള ക്വാണ്ടിറ്റിയും പിന്നെ ഇവിടെ ഈ ആൻഡ് ഗേറ്റിന് സി എന്നുള്ള ഒരു ഇൻപുട്ടും കൂടെ വരുന്നുണ്ട്. ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് ഇത് സിയും ഇത് ഡിയും ആണെങ്കിൽ, അതായത് ഇതിന് പകരം എ ബിക്ക് പകരം ഡി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സി ഡി എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഡിക്ക് പകരം എന്താണ്? ഡിക്ക് പകരം എ ഓർ ബി എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ഡിക്ക് പകരമുള്ള അത് നമ്മൾ കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് നമുക്ക് ഡി എന്നുള്ള ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ ഡിക്ക് പകരം
നമ്മളുടെ കയ്യിലുള്ളത് എന്താണ്? ഇറ്റ് ഈസ് എ ഓർ പി. അപ്പം നമുക്ക് y is equal to C and A or B. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇനി ഇതിൽ ചില സമയത്ത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തരും, അതിൽ നിന്ന് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറയും. ആ ഒരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് AB, y is equal to AB and C or D. കഴിഞ്ഞ എക്സാമ്പിൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമുക്ക് ലോജിക് സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ലോജിക് എക്സ്പ്രഷനാണ് ഇവാലുവേറ്റ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ലോജിക് എക്സ്പ്രഷനിൽ നിന്ന് ലോജിക് സർക്യൂട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം ഇവിടെ എത്ര വാരിയബിൾസ് ഉണ്ട്, നമ്പർ ഓഫ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്പർ ഓഫ് വാരിയബിൾസ്. ഓക്കെ, അത് നമ്പർ ഓഫ് വാരിയബിൾസും നമ്പർ ഓഫ് ലിറ്ററൽസും ഡിഫറെൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. അത് ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാരിയബിളിന്, എ എന്നുള്ളൊരു വാരിയബിളിന് രണ്ട് പോസിബിൾ സ്റ്റേറ്റ്, എ ഉണ്ടാവാം എ ബാർ ഉണ്ടാവാം. ഇപ്പോൾ വാരിയബിൾ എ ആണ്, അതിൻ്റെ രണ്ട് ലിറ്ററലാണ് എയും എ ബാറും. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് നമ്പർ ഓഫ് വാരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വാരിയബിൾസ് 4 ആണ്. ഇനി അറിയേണ്ടത് ഗേറ്റ്സ് റിക്വയർഡ്, ഏതൊക്കെ ഗേറ്റ്സ്, എത്ര എണ്ണം, അതിൽ എത്ര ഇൻപുട്ട് വേണം, അതും അറിയണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഓർ ഗേറ്റിന് രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ട് ഉണ്ടാവാം. അപ്പം നമുക്ക് എത്രയാണ് ആവശ്യം വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഓർ ഗേറ്റ് നമുക്ക് എടുക്കാം. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത്, അപ്പം എക്സ്പ്രഷനിൽ നോക്കുക, ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി അതൊരു ആൻഡിങ് പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് അത് സി ഓർ ഡിയുടെ കൂടെ ആൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ തന്നെ നമുക്ക് ഒന്നുകിൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഇതിനെ വരയ്ക്കാം. അപ്പം ആ രണ്ട് രൂപം നമുക്ക് കാണാം. അപ്പം ആദ്യം നമ്മൾ തീരുമാനിക്കുന്നത്, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, ഇവിടെ ഒരു ഓർ ഗേറ്റ്, ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ്. അതായത് അപ്പം നമുക്ക് വേണ്ടത് ആദ്യത്തെ ഒരു ആൻഡ് വേണം, രണ്ടാമത് ഒരു ആൻഡ് വേണം, പിന്നെ ഒരു ഓർ വേണം. ഇത്ര കാര്യങ്ങൾ വേണം. അപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ആൻഡും ഒരു ഓറും ചെയ്ത് അതിന് രണ്ടിനെ ഒന്നിച്ച് ഒരു ആൻഡിങ് പ്രോസസ്സാണ് ചെയ്യുക. അത് ഇവിടെ ഒരു ഓറ് സി ഓർ ഡി എന്നുള്ളത്, പിന്നെ എ ബി എന്നുള്ള ആൻഡിങ് പ്രോസസ്സ്, അതിന് ഇതുമായിട്ട് ആൻഡിങ് നടത്താം. അപ്പോൾ ഇവിടെ എല്ലാം ഈ എ ബി എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. ഇനി എ ബിയും സി ഓർ ഡിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടും 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. ഇനി സി ഓർ ഡി ചെയ്യാൻ വേണ്ടിയിട്ട്
2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്, പക്ഷേ ഏറ്റവും സിംപ്ലിഫൈഡ് മെത്തേഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ ബി എന്നുള്ള ഇത് രണ്ടിനെയും കൂടെ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇനി അടുത്തത് എന്താ വേണ്ടത്? നമുക്കൊരു ഓർ ഗേറ്റ് വേണം. അതിൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് സി ഡി. അത് തരുന്ന ഔട്ട്പുട്ട് സി ഓർ ഡി ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ അടുത്ത ഒരു ആൻഡ് ഗേറ്റ് ഇതിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ റിസൾട്ട് നമ്മൾ എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. നോക്കാം, ഇവിടെ എ ബി ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് സി ഓർ ഡി ആയിരിക്കും. ഇവിടെ കിട്ടുന്ന അതിൻ്റെ രണ്ടിനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി ഓർ ഡി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ ഈ ഒരു രൂപത്തിലല്ലാതെ നമുക്ക് ചെയ്യാം. നമുക്കിവിടെ എന്തെഴുതാം? ഒരു ഓർ ഗേറ്റ്, 2 ഇൻപുട്ട് ഓർ ഗേറ്റ്, അതായത് സി ഓർ ഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നു. ആ ആൻഡ് ഗേറ്റിന് ഒരു ആൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിക്കുന്നു. ആ ആൻഡ് ഗേറ്റിന് 3 ഇൻപുട്ടാണ്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കാം. ആദ്യം ഓർ ഗേറ്റിൽ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് സി ആൻഡ് ആദ്യം തന്നെ നമ്മൾ സി ഓർ ഡി വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ സി കൊടുത്തു, ഡി എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും? സി ഓർ ഡി കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു ആൻഡ് ഗേറ്റിന് എത്ര ഇൻപുട്ടാണെന്നാ പറഞ്ഞ്? 3 ഇൻപുട്ടാണ്. ആ ആൻഡ് ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് നമ്മൾ സി ഓർ ഡി കൊടുത്തു. ഈ രണ്ടാമത്തെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ബി ആണ്. മൂന്നാമത്തെ ഇൻപുട്ട് കൊടുക്കുന്നത് എ ആണ്. ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? കാരണം നമ്മൾ അവിടെ എഴുതിയ സമയത്ത്, അതായത് ഒരു ഗേറ്റ് ആൻഡ് ഗേറ്റ് ആണ്. ആ ആൻഡ് ഗേറ്റിന് പി ക്യു ആർ എന്ന 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? എക്സ് ആണ് റിസൾട്ട് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യു ഇൻറ്റു ആർ ആയിരിക്കും. ഇവിടെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിട്ട് അസ്യൂം ചെയ്യുക, ക്യൂ എന്നുള്ളത് ബി ആയിട്ട് അസ്യൂം ചെയ്യുക, ആർ എന്നുള്ളത് സി ഓർ ഡി ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കാം. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വൈ എന്നുള്ളത് എ
ആൻഡ് ബി ആൻഡ് സി ഓർ ഡി. കാരണം ആറിന് പകരം അവിടെ സി ഓർ ഡി ആണ്. നമുക്ക് കിട്ടിയ റിസൾട്ട് നോക്കുക. ഇറ്റ് ഈസ് എ ബി ആൻഡ് സി ഓർ ഡി. ഇങ്ങനത്തെ കേസുകളിൽ ചില സമയത്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് സിമ്പിളായിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ലോജിക്കൽ സർക്യൂട്ട് തരും. ഇതിന് വേണ്ട മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ്. ആ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗേറ്റ് ആണ്, ഒരു ആൻഡും ഒരു ഓറും. അപ്പം ആ രൂപത്തിൽ, പക്ഷെ നമുക്കത് 3 ഗേറ്റ് വെച്ച് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മിനിമം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് 2 ഗേറ്റ്, അതിലെ ഒരു ഗേറ്റിന് 3 ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതിൽ നമ്മളാകെ ഉപയോഗിച്ചിട്ടുള്ളത് ബേസിക് ഗേറ്റിൽ ആൻഡും ഓറും വെച്ചുള്ള കണക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനി അതിൽ നോട്ടും കൂടെ വരുന്ന സമയം, അല്ലെങ്കിൽ ഇൻവെർട്ടറും കൂടെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ആവശ്യം ഉണ്ടാവും. അതായത് നമുക്കറിയാം ഒരു ഗേറ്റ്, അതായത് ബബിൾഡ് ഓർ ഗേറ്റ്, ബബിൾഡ് ആൻഡ് ഗേറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ടിനെ ബാർ ചെയ്ത് കഴിഞ്ഞാൽ നാൻഡ് നോർ ഒക്കെ വരുന്ന രൂപത്തിൽ. അപ്പം അങ്ങനെ ആ സിംപ്ലിഫിക്കേഷൻ്റെ സമയത്തൊക്കെ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു തിയറാണ് ഡി മോർഗൻസ് തിയറം. അപ്പം ഇങ്ങനത്തെ കേസിൽ സിംപ്ലിഫിക്കേഷൻ അല്ല ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ, റിക്വയർഡ് നമ്പർ ഓഫ് ഗേറ്റ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ആ സമയത്ത് മേ ബി ഡി മോർഗൻസ് തിയറം ആവശ്യമായിട്ട് വരാം സിംപ്ലിഫിക്കേഷൻ. അപ്പം നമ്മൾ അടുത്തത് ആ ഒരു ടൈപ്പാണ്, ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ലോജിക് സർക്യൂട്ട്. containing inverters. അത് നോട്ട് ഗേറ്റും കൂടെ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സ്. ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എ എന്നുള്ള ഇൻപുട്ടും ബി എന്നുള്ള ഇൻപുട്ടും, അതൊരു എ എന്നുള്ള ഇൻപുട്ടിൽ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്ത് അതൊരു ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ ബി ആയിരിക്കും. അതായത് കിട്ടാനുള്ള കാരണം ഇവിടുത്തെ ഔട്ട്പുട്ട് എ ബാർ ആയിരിക്കും, ഇവിടെ ബി ആണ്
എ ബാർ ബി ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റും കൂടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഡയഗ്രം കണ്ടാൽ വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഇതിൽ ഓപ്ഷൻ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് കൺഫ്യൂസിങ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ ബാർ ഓർ എ ബാർ കാരണം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ മാറ്റി ഫൈനൽ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എ ഓർ ബി ബാർ ആയിരിക്കും. നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഇവിടെ ഇതുവരെ നമ്മൾ എത്തിയപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ബാർ ബി ആയിരുന്നു. ഇനി ഇവിടെയുള്ള ഔട്ട്പുട്ട് ഈ y ഈസ് ഈക്വൽ ടു ആക്ച്വലി എന്തായിരിക്കും? എ ബാർ ബി ഹോൾ ബാർ ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ പറയുന്ന ഡി മോർഗൻസ് തിയറത്തിൻ്റെ ആവശ്യം വരുന്നത്. ഡി മോർഗൻസ് തിയറം എ ബി ഹോൾ ബാർ ആണെങ്കിൽ എന്തായിരിക്കും? എ ബാർ ഓർ ബി ബാർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ബാർ ബാർ ഓർ ബി ബാർ ആണ്. ഇതെന്താവും വരിക? ഇറ്റ് ഈസ് എ ഓർ ബി ബാർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞ് അതിൽ y ഈസ് ഈക്വൽ ടു, കാരണം നമ്മൾ എ ബാർ ബി എന്നുള്ളൊരു ക്വാണ്ടിറ്റി കണ്ട് തൊട്ടടുത്ത് നമ്മളൊരു ഇൻവെർട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കോംപ്ലിമെൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മേ ബി ഇങ്ങനെ എഴുതാം. അതായത് എ ബി ബാർ രണ്ടിനെയും കോംപ്ലിമെൻ്റ് ചെയ്തു. പക്ഷേ ഇത് ഉത്തരം ശരിയല്ല, ഇത് തെറ്റാണ്. ആക്ച്വലി അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്താണ്? എ ഓർ ബി ബാർ ആണ്. അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്? എ ബാർ ബി ഹോൾ ബാർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു ഡയഗ്രം നോക്കാം. ഈ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇതിലെ ഇൻപുട്ടുകൾ എ ബി സി ഡി. ആ എ എന്നുള്ള ക്വാണ്ടിറ്റീനെ, എ എന്നുള്ള വാരിയബിളിനെ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, അതുകൊണ്ട് അതിവിടെ എ ബാർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓർ ഗേറ്റിലേക്ക് ഒരു 3 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. അതിലേക്ക് എ ബാർ ബി സി ഈ 3 ഇൻപുട്ടുകൾ കിട്ടുന്നുണ്ട്. ഇനി എയിൽ നിന്ന്, അതായത് ഇപ്പോൾ ഇവിടെ കണക്ഷൻ ഉള്ള ഭാഗത്ത് ഇങ്ങനെ കൂടുതലായിട്ട് ഒരു കറുപ്പ് അല്ലെങ്കിൽ കണക്ഷൻ കാണിക്കുന്ന രൂപത്തിൽ ഇതാക്കിയിട്ടുണ്ടാവും. ബാക്കിയുള്ള ചിലതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ജമ്പിങ് പോലെ, അങ്ങനെയൊന്നും ഡിജിറ്റൽ സർക്യൂട്ടിൽ കാണിക്കാറില്ല. ഈ രൂപത്തിൽ ബുക്കുകളിലൊക്കെ ഈ രൂപത്തിലാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ ഇത് എയിൽ മാത്രമാണ് കണക്ഷൻ, ബിയിലും സിയിലും കണക്ഷൻ ഇല്ല. ഇനി അത് എവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്?
ഈ ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് ഡി ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റിലേക്ക് എ എന്നുള്ളൊരു ഇൻപുട്ടും ഡി എന്നുള്ള ഒരു ഇൻപുട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എ ഡി ആയിരിക്കും. മുകളിലുള്ള ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർ ഗേറ്റ് ആണ്. എ ബാർ, ബി ഓർ സി ആണ് അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി ഈ എ ഡി എന്നുള്ള അതിനെ ഇവിടേക്ക് കൊടുക്കുന്ന സമയത്ത് അത് എ ഡി ബാർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന y എന്തായിരിക്കും? y is equal to a bar b c or a d bar. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എങ്കിലും ഇത് സിംപ്ലിഫൈഡ് അല്ല. സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് എ ബാർ ബി സി ഓർ ഡി ബാർ. ഇത്രയാണ് വരിക. നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എ ബാർ ഇവിടെ, അതേപോലെ ബി സി. ലാസ്റ്റ് എ ഡി ബാർ ആണ്. എ ഡി ബാറിനെ ഡി മോഗൻസ് തിയറം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ബാർ ഓർ ഡി ബാർ. ഇനി ഇവിടെ ഒരു എ ബാറും ഇവിടെ ഒരു എ ബാറും ഉണ്ട്. ഈ രണ്ട് എ ബാറും കൂടെ എന്ത് വരും? എ ബാർ പ്ലസ് എ ബാർ ചെയ്ത് കഴിഞ്ഞാൽ എ ബാർ മാത്രമായിരിക്കും. ദെൻ എക്സ്പ്രഷൻ എ ബാർ ബി സി ഓർ ഡി ബാർ. അപ്പം ഇവിടെ ഇതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ഇതായിരിക്കും. ഇത് കറക്റ്റാണ്, പക്ഷേ ഏറ്റവും സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഇതായിരിക്കും. ഫിഗർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 5 വേരിയബിൾസ് എ ബി സി ഡി ഇ. ഓർ ഗേറ്റ് ഒന്നാമത്തത്, ഇതൊരു ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്. ഓരോന്നിലായിട്ട് ഔട്ട്പുട്ട് എഴുതി നോക്കാം. ഇറ്റ് ഈസ് എ ഓർ ബി. ഈ എ ഓർ ബി എന്നുള്ള ക്വാണ്ടിറ്റിയും സി യു ആണ് ഇതിലേക്ക്. ദെൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ഓർ ബി ആൻഡ് സി. ഇവിടെ കിട്ടുന്ന ഇത് ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത്, അതായത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ ഓർ ബി ആൻഡ് സി ഓൾ ബാർ. ഇപ്പോൾ ഡി മോഗൻസ് തിയറം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല, ലാസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഇൻപുട്ട് ഇതാണ്, അവിടേക്ക് ഡി എന്നുള്ളൊരു ക്വാണ്ടിറ്റിയും കൂടെ ഇതിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എ ഓർ ബി ആൻഡ് സി ഓൾ ബാർ ഓർ ടി. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ ഇവിടേക്കൊരു ഇ എന്നുള്ള ക്വാണ്ടിറ്റിയും കൂടെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതിൻ്റെ കൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി ആൻഡ് സി ഓർ ടി. ഇതിൽ സി വരെ ഒരു ഓൾ ബാർ, ഇതിൻ്റെ കൂടെ ഒരു ഇ എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ആൻഡിങ്. ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ ഒന്ന് ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട്, നമ്മൾ ഡി മോഗൻസ് തിയറം ഇവിടെയാണ് ഡി മോഗൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഡി മോഗൻസ് തിയറം അപ്ലൈ ചെയ്യുക. ദെൻ പിന്നെയാണ് നമ്മൾ
അതിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അതായത് ഈ ടേമിനെ ഒന്നിച്ച് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ഓർ ബി ഹോൾ ബാർ ഓർ സി ബാർ. ഇതിനെ മാത്രമാണ്, കാരണം ഞാൻ ഇപ്പം എന്ത് ചെയ്തു, എ ഓർ ബി എന്നുള്ള ക്വാണ്ടിറ്റീനെ ഒരൊറ്റ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തു സി. അപ്പോൾ ഇതിനൊരു ഹോൾ ബാറും സി ബാർ, അതിൻ്റെ കൂടെ ഡി എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്, അത് ഇൻറ്റു ഇ. ഇനി ഇതിന് ഈ എ ഓർ ബി ഹോൾ ബാറിന് ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. എന്തായിരിക്കും, എ ബാർ ഇൻറ്റു ബി ബാർ, എ ബാർ ഇൻറ്റു ബി ബാർ ഓർ സി ബാർ ഓർ ഡി. അതിനെ ഈ കൊണ്ട് ആഡ് ചെയ്യാം. ഒന്നുകിൽ ഇതേപോലെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇത് നോക്കാം, ഇതിലുള്ള വ്യത്യാസം കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ അതിലെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റുകളും തമ്മിൽ റീപ്ലേസ് ചെയ്തു. അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്ന ആൻഡ് ഗേറ്റിനെ ഓർ ഗേറ്റിനെ തമ്മിൽ റീപ്ലേസ് ചെയ്തു. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എ ബി, ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ബി ഓർ സി, ഇവിടെ എ ബി ഓർ സി ഓൾ ബാർ. നമുക്ക് കിട്ടുന്നത് എ ബി ഓർ സി ഓൾ ബാർ, അതിൻ്റെ കൂടെ ഡി എന്നുള്ള ആഡ് ചെയ്യണം. ഇനി ഇവിടെ കിട്ടുന്നത് ലാസ്റ്റ് ഔട്ട്പുട്ട് എ ബി ഓർ സി ഓൾ ബാർ, ഇതിനെ ഡി യു ആയിട്ട് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ ഇ ആയിട്ട് ഓർ ചെയ്യണം. ഇതെല്ലാം നമ്മളുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ ഡി മോർഗൻസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഡി മോർഗൻസ് തിയറം ഇതിൽ ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്നു. എ ബി ഓർ സി അതിലെ ഓൾ ബാർ നമ്മൾ മാറ്റുന്നു. നമുക്ക് കിട്ടുന്നത് എ ബി ബാർ ആൻഡ് സി ബാർ. അതിൽ മാത്രമാണ്, ഉള്ളിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ഒരു ഡി എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, പ്ലസ് സി, അതിനൊരു മാറ്റം സംഭവിക്കില്ല. ഇനി എ ബി ബാറിൽ നമ്മൾ ചെയ്യുന്നു. അവിടെ എന്ത് കിട്ടും, എ ബാർ ഓർ ബി ബാർ, എ ബാർ ഓർ ബി ബാർ ഇൻറ്റു സി ബാർ. പ്രൊഡക്റ്റ് ആയിട്ട് മാറിയതുകൊണ്ട് ഇവിടെ ഇനി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. സി ബാർ ഇൻറ്റു ഡി പ്ലസ് ഇ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട്. ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എ ബി ഈ എ ബിയും ഈ സിയും തമ്മിൽ ഓർ ചെയ്തു, എ ബി ഓർ സി. ഇതിനെ ഓൾ ബാർ നോട്ട് ചെയ്തു, ഓൾ ബാർ. ഇനി എ ബി ഓർ സി വിത്ത് ബാർ, അതിനെ ഡി യു ആയിട്ട് ആഡ് ചെയ്തു.
ഇനി ആ ഒന്നിച്ചുള്ള ക്വാണ്ടിറ്റീനെ ഇവിടെ ഇയു ആയിട്ട് ഓർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്തൊരു ഫിഗർ. മൂന്ന് ഇൻപുട്ടാണ് എ ബി സി. ഒരു ഓർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും 3 നോട്ട് ഗേറ്റും. ഈ ഓർ ഗേറ്റിൻ്റെ മുമ്പിലായിട്ട് 2 നോട്ട് ഗേറ്റ്, അതായത് ഇവിടെ എ ബാർ ഇവിടെ ബി ബാർ ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് എ ബാർ എ ബാർ ഓർ ബി ബാർ. ഇവിടെ എന്ത് ചെയ്യും, ആ എ ബാർ ഓർ ബി ബാറിനെ വീണ്ടും ബാർ ചെയ്തു. അതാണ് ഒന്ന് ഇവിടേക്ക് കിട്ടുന്നത്. അടുത്തത് ഇവിടേക്ക് വരുന്നത് ബി ആണ്, അടുത്തത് ഇവിടേക്ക് വരുന്നത് സി ആണ്. ആൻഡ് ഗേറ്റിലെ ടോട്ടൽ ഔട്ട്പുട്ട് ഇതൊക്കെ ആയിരിക്കും, എ ബാർ ഓർ ബി ബാർ ഓൾ ബാർ ഇൻറ്റു ബി ഇൻറ്റു സി ആയിരിക്കും. അതിന് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ബാർ ബാർ ബി ബാർ ബാർ എ ബി ആയിരിക്കും. ബി സി ഈസ് എ ബി 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 ഇൻറ്റു ബി is equal to ബി തന്നെയാണ്. ദെൻ ലാസ്റ്റ് റിസൾട്ട് എ ബി സി ആയിരിക്കും. y is equal to എ ബി സി, y is equal to എ ബി സി ആയിരിക്കും റിസൾട്ട് വരുന്നത്. അടുത്തത് ഇതേ കണക്ഷൻ ഡയഗ്രാം, ഇതേ ലോജിക് സർക്യൂട്ട് തന്നെ ചില സമയത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും. ഫൈൻഡ് ദി ലോജിക് ലെവൽ ഓഫ് ദി ഔട്ട്പുട്ട് y for the case where a is equal to 0, b is equal to 1 and c is equal to 1. അതായത് നമുക്ക് തരുന്നത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, സോ ഇതിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാവില്ല, ജസ്റ്റ് സർക്യൂട്ട് മാത്രമേ തരുള്ളൂ. അങ്ങനത്തെ കേസിൽ നമ്മൾ ഒരിക്കലും അതിന് സിംപ്ലിഫിക്കേഷൻ ആദ്യം ചെയ്യരുത്. കാരണം അതിന് സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് സമയം കുറേ നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ സർക്യൂട്ടിൽ തന്നെ കിട്ടിയ സർക്യൂട്ടിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തു നോക്കുക. അതായത് എ is equal to 0, ബി is equal to 1, സി is equal to 1. ഇതവിടെ നിന്ന് ആ ഓരോ വാല്യൂസ് ഇവിടെ നിന്ന് തന്നെ നമ്മളത് എഴുതി നോക്കുക.
ചില ക്വസ്റ്റ്യൻസിൽ ഇതായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഫൈൻഡ് ദി ലോജിക് ലെവൽ ഓഫ് ദി ഔട്ട്പുട്ട് y for the case where a is equal to 0, b is equal to 1 and c is equal to 1. പക്ഷെ ആ സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരിക്കലും ഇതിൻ്റെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കരുത്. എന്തുമാത്രമാണ് ചെയ്യേണ്ടത്? ഇവിടെ ഡയറക്റ്റായിട്ട് ഈ വാല്യൂസ് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a is equal to 0, b is equal to 1 and c is equal to 1. then a is equal to 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ b ബാർ 0 ആയിരിക്കും. ഇത് ഓർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഇവിടെ കൊടുക്കുക. ഓർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും, ഇനി അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വേറെ ഒന്നും അനാലിസിസ് നടത്തണ്ട. ഈ ആൻഡ് ഗേറ്റിന് ഒരു 0 എന്നുള്ള ഒരു ഇൻപുട്ട്, ഒരു ആൻഡ് ഗേറ്റിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ എ ബി സി എന്നുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് ഇതിൽ എ ബി സി ഒന്ന് കൊടുത്തു നോക്കുക. എ is equal to 0, b is equal to 1, c is equal to 1. ഇത് കൊടുത്തു കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ ഇവിടെ ഇപ്പോൾ 0 നമുക്ക് കിട്ടി, അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ എ ബി സി എന്നുള്ള ക്വാണ്ടിറ്റി ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.